ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട പലഹാരം സുഖിയനാണ്. അപ്പം നമുക്ക് സുഖിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇപ്പോൾ സുഖിയൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുപയറാണ്. ഞാൻ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മധുരത്തിനായിട്ട് ഞാൻ കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റി വെക്കണം. കാരണം ചിലപ്പോൾ അഴുക്കൊക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കണം. ഞാൻ ഈ ഉരുക്കിയെടുത്തിരിക്കുന്ന ശർക്കര മുഴുവനും ഇതിലേക്ക് ചേർക്കുന്നില്ല. പിന്നീട് വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ടെടുത്ത് ഉരുക്കി വെച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് മാവ് കലക്കിയെടുക്കണം. അതിന് ഞാൻ ഗോതമ്പ് പൊടിയും മൈദയും കൂടെ രണ്ടും കൂടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഇച്ചിരി ഉപ്പും പിന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം. ഞാൻ ഗോതമ്പ് പൊടി ചേർത്തത് എന്തിനാണെന്ന് വെച്ചാൽ മൈദ ആണല്ലോ സാധാരണ എല്ലാവരും ചേർക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നോക്കാം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചേർത്ത് നോക്കിയതാണ്. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ മാവ് നല്ലതുപോലെ കലക്കിയെടുക്കണം. അപ്പോൾ മാവ് നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ചെറുപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കണം. വേവിക്കുന്ന സമയത്ത് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് വേവിക്കണം. പിന്നെ ഒരുപാട് വെന്ത് കുഴയാൻ പാടില്ല. കുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഈ ഉരുക്കിയെടുത്ത ശർക്കരയും പയറും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഉരുക്കിയ ശർക്കരയിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പാനിലോട്ട് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഞാൻ കൂടുതൽ ഒഴിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ചെറുതീയിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നോട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. 1 കപ്പിൻ്റെ ആവശ്യമില്ല, 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങ ഈ ശർക്കരയ്ക്കകത്ത് നല്ലപോലെ ഇളക്കി നന്നായിട്ട് വരട്ടിയെടുക്കണം. എപ്പോഴും ഇതിന് നല്ലത് പഞ്ചസാരയെക്കാട്ടിലും ശർക്കരയാണ്. പഞ്ചസാര വെച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മൾ പഞ്ചസാര എടുത്തിട്ട് അത് പാനിയാക്കി എടുത്തിട്ടാണ് തേങ്ങയും ഏലക്കയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് പയർ ചേർത്ത് കൊടുക്കാം. പയർ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതുപോലെ നന്നായി ശർക്കരയും തേങ്ങയൊക്കെ ഇളക്കിയെടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മളിത് ഉരുട്ടിയെടുത്ത് മാവിൽ മുക്കിയെടുത്ത് പൊരിക്കാവുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോളുകളാക്കിയിട്ട് വറുത്തെടുക്കാം. അതിന് മുന്നേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തേച്ചിട്ട് വേണം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചെറിയ സൈസിൽ വേണമെങ്കിൽ ചെറുതല്ലെങ്കിൽ ഇതിൽ ഇച്ചിരി കൂടെ വലുതുകൂടി ആക്കിയെടുക്കാം. എന്നിട്ട് ബോളുകളാക്കി മാറ്റി വെക്കുക. ഞാനിവിടെ 10-12 ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറക്കണം. അതിന് ഞാനിവിടെ പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് സുഖിയൻ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളുകൾ ഈ ബാറ്ററിനകത്തോട്ട് വെച്ചു. എന്നിട്ട് ഇതുപോലെ നമുക്ക് കൈകൊണ്ട് വെള്ളം മുക്കിയെടുക്കാം. ഞാൻ പിന്നെ ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ വെച്ച് എല്ലാ ഭാഗത്തും മാവ് ചെല്ലാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒത്തിരി നേരം നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിക്കണമെന്നില്ല. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബോളുകളും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മുരിഞ്ഞു വന്ന് അതിനുശേഷം മറ്റേ ഭാഗം കൂടി മുരിച്ചെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. എണ്ണ വലിയാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഒരു പാത്രത്തിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മളെടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എണ്ണ പേപ്പർ പിടിച്ചെടുത്തോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സുഖിയൻ റെസിപ്പി.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതും വരെ ബൈ ബൈ.